മക്കളെ, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം അടുത്ത് തുടങ്ങിയല്ലേ. ഇപ്പം നമുക്ക് കുറച്ചൊക്കെ ടെൻഷനൊക്കെ കൂടി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. കാരണം ഇനി വളരെ കുറച്ച് ദിവസമുള്ളൂ. അതിനുള്ളിൽ നമുക്ക് ചാപ്റ്റേഴ്സ് കുറേ തീർക്കാനുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ള വേഗം എന്ത് ചെയ്യാൻ, നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ. നിങ്ങൾ പഠിച്ച് തുടങ്ങിയോ, അല്ലെങ്കിൽ ഇനിയും കുറേ ചാപ്റ്റേഴ്സ് പഠിച്ച് തീർക്കാനുണ്ടോ, ഇതുവരെ ഒന്നും പഠിച്ച് തുടങ്ങിയിട്ടില്ലേ, അങ്ങനെ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യുക, വേഗം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഇതുവരെ മിസ് ഒന്നും പഠിച്ച് തുടങ്ങിയിട്ടില്ല, കാരണം എവിടെ നിന്ന് തുടങ്ങുമെന്ന് ഒരു ഐഡിയ ഇല്ലാണ്ടാണ് നിൽക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഒരു സൊല്യൂഷൻ മിസ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇവൻറ്റ് നമ്മൾ വെക്കുന്നുണ്ട്. ഇതുവരെ പഠിക്കാത്തവരാണെന്നുണ്ടെങ്കിലും ഇതുവരെ പഠിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും രണ്ട് കൂട്ടർക്കും വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു ഇവൻ്റ് ആയിരിക്കും. കാരണം ഇനിയുള്ള ദിവസം എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്, ഇനിയുള്ള ഓരോ ദിവസം എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതിൽ എത്രയൊക്കെ ചാപ്റ്റേഴ്സ് വീതം പഠിക്കണം, ഏതൊക്കെ സബ്ജക്റ്റ് ഏതൊക്കെ ദിവസങ്ങളിൽ പഠിക്കണം, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഇവൻറ്റിൽ പറയുന്നതായിരിക്കും. അപ്പോൾ സൺഡേ രാത്രി കൃത്യം ഈ താഴെ കാണുന്ന സമയത്തായിരിക്കും നമ്മുടെ ഇവൻറ്റ് നടക്കുന്നുണ്ടാവുക. അപ്പോൾ ആരും അത് മിസ് ചെയ്യരുത്. അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും എൻ്റെ കുട്ടികൾ അത് എന്തായാലും കണ്ടിരിക്കണം. ഓക്കെ, റെഡി ആണല്ലോ. ഇനി മിസ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം മിസ് പറഞ്ഞുതരാം. അതായത് പലരും പഠിക്കുന്ന രീതി പല തരത്തിലായിരിക്കും അല്ലേ. ഇപ്പോൾ ഒരാൾ പഠിക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ പഠിക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് നമുക്ക് ഈ ക്രിസ്മസ് എക്സാം ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് നിമിഷമല്ലേ എന്തായാലും ഒന്നും നടക്കാൻ പോകുന്നില്ല, അപ്പോൾ ഇനി അവസാനത്തെ വഴി ക്വസ്റ്റ്യൻസ് മാത്രം അല്ലേ. അതായത് പലരും ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റത്തെ സമയത്ത് ഇവരെന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് മാത്രം ഇനി പഠിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കും. ഓരോ ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസ് മാത്രം നോക്കും. ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് എവിടെ നിന്ന് കിട്ടാം, ഒന്നില്ലെങ്കിൽ നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് പറഞ്ഞു തരും, അല്ലെങ്കിൽ നമ്മുടെ മാരത്തോൺ ലൈവുകളുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ലൈവുകളിലൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഇത്തരത്തിലുള്ള ലൈവുകളിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ ആ രീതിക്ക് എന്ത് ചെയ്യും, പ്രത്യേകിച്ച് നമുക്കറിയാം മാരത്തോണിൻ്റെ ലാസ്റ്റ് ദിവസമൊക്കെ ആവുന്ന സമയത്ത്, അതായത് നമ്മുടെ എക്സാമിൻ്റെ തലേ ദിവസമൊക്കെ നമ്മൾ എന്തായാലും ക്വസ്റ്റ്യൻസ് മാക്സിമം നമ്മൾ ചെയ്തു വരും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഗുണമുണ്ട് ദോഷമുണ്ട്. ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് വലിയ കുഴപ്പമില്ലാത്ത തരത്തിൽ ഏറ്റവും നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഭയങ്കര ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ കറക്റ്റ് ആപ്റ്റായിട്ട് തന്നെ അതന്നെ ചോദിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനും സാധിക്കില്ല. പക്ഷെ എന്നിരുന്നാലും കുറേയൊക്കെ ഏകദേശം നമ്മൾ വിചാരിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കാറുള്ളത് അല്ലേ. കാരണം അതുകൊണ്ടാണ് അത്രയും നമ്മുടെ മാരത്തോൺ ലൈവുകൾ ഇത്ര അധികം ആൾക്കാർ കൂടുന്നത് അല്ലേ. കാരണം ആ ലാസ്റ്റത്തെ സമയത്ത് പറഞ്ഞു തരുന്ന ക്വസ്റ്റ്യൻസ് മെജോറിറ്റി ക്വസ്റ്റ്യൻസും എക്സാമിന് ചോദിക്കാറുണ്ട്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് അത് മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് കറക്റ്റായിട്ട് കിട്ടണം എന്ന് നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഏകദേശം വലിയ കുഴപ്പമില്ലാത്ത തരത്തിലൊരു മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഇത്തവണത്തെ ക്രിസ്മസ് എക്സാമിൽ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അത് അതിൻ്റെ ഒരു ഗുണമാണ്. പക്ഷെ അതിനൊരു ദോഷം കൂടിയുണ്ട്. കാരണം ഈ ക്വസ്റ്റ്യൻസ് മാത്രം വെച്ച് പഠിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പബ്ലിക് എക്സാമിന്, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെയും വരുന്നുണ്ടല്ലോ എക്സാം, ഈ പബ്ലിക് എക്സാമിന് നമുക്ക് അത്ര അധികം യൂസ്ഫുൾ ആവില്ല. കാരണം നമുക്ക് ചാപ്റ്റർ കറക്റ്റായിട്ട് അറിയില്ല, അതിൽ നിന്ന് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ പബ്ലിക് എക്സാമിൽ ചോദിക്കുന്നത് നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ സാധിക്കില്ല. മാത്രമല്ല ഈ ക്വസ്റ്റ്യൻസ് തന്നെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിച്ചും തിരിച്ചും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിടും. കാരണം എന്താ, നമുക്ക് ആ കോൺസെപ്റ്റ് കറക്റ്റായിട്ട് അറിയാത്തത് കൊണ്ട് തന്നെ അതെന്തായിരിക്കും അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുക, അത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ എഴുതും, ഒന്നൊന്ന് മാറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ അതിൽ താൽക്കാലികമായിട്ടുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടി എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കില്ല. മാത്രമല്ല ആ ചാപ്റ്റർ നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാവില്ല, കറക്റ്റായിട്ട് നമ്മുടെ പബ്ലിക് എക്സാമിന് അത് യൂസ്ഫുൾ ആവില്ല. പബ്ലിക് എക്സാമിന് പഠിക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും, ഇരട്ടി പണിയായിരിക്കും. ക്രിസ്മസ് എക്സാമിനുള്ളതും പഠിക്കണം, അതിനുശേഷം ആ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് വരുന്ന ചാപ്റ്റേഴ്സും പഠിക്കണം. അങ്ങനെ മൊത്തത്തിൽ ഇരട്ടി പണിയായി പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രീതി മിസ് പറഞ്ഞുതരാം. നിങ്ങൾ ഇപ്പോൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോൺസെപ്റ്റ്, അതായത് നമ്മുടെ ഓരോ ചാപ്റ്റർ ഉണ്ടല്ലോ മക്കളെ, ഈ ചാപ്റ്റർ കറക്റ്റായിട്ട് പഠിക്കണം. ഓക്കെ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് കറക്റ്റായിട്ട് നിങ്ങൾ അറിയേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം നമുക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലൈവുകളായി കഴിഞ്ഞാലും അത് കഴിഞ്ഞിട്ട് ഇനി വരുന്ന ലൈവുകളായാലും നിങ്ങൾക്ക് അതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. കാരണം നിങ്ങൾക്ക് ഇനി നമ്മൾ തരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അതായത് ചാപ്റ്റർ കറക്റ്റായിട്ട് ക്ലിയർ ആക്കാം എന്ന് വെച്ചിട്ട് ചാപ്റ്ററിലെല്ലാം അതും ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് പഠിപ്പിച്ച് അങ്ങനെ ഒന്നും സമയമില്ല പക്ഷേ ആകപ്പാടെ സീനാണ് എന്നുള്ള രീതിക്കല്ല നമ്മൾ പോകുന്നത്. നിങ്ങൾക്ക് എന്താണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ചാപ്റ്ററിൽ എക്സാമിന് ആവശ്യമായിട്ടുള്ള ടോപ്പിക്കുകൾ അത് നമ്മൾ ടീച്ചേഴ്സിന് അറിയുന്നുണ്ടാവും അല്ലേ. എക്സാമിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അങ്ങനെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിക്കായിരിക്കും എന്തുണ്ടാവുക, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിക്ക് നിങ്ങൾക്ക് നമ്മൾ എല്ലാതും ചാപ്റ്റേഴ്സും പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, എല്ലാതും എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിക്കായിരിക്കും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യും, നമ്മൾ ക്വസ്റ്റ്യൻസ് ആദ്യം നമ്മൾ നിറയെ എന്ത് ചെയ്യും, ടോപ്പിക്കും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസും പറഞ്ഞു പോകും. പിന്നെ അതിന് ശേഷമാണ് എന്തിലേക്ക് കടക്കേണ്ടത്, അത് കഴിഞ്ഞതിന് ശേഷമാണ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കേണ്ടത്. അപ്പോൾ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ഈ
ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ലൈവും കറക്റ്റായിട്ട് തന്നെ കാണണം. കാരണം അതിൽ നമ്മൾ ഇതേപോലെ നിങ്ങൾക്ക് ഇതുവരെ ചാപ്റ്റർ ഒന്നും തൊട്ട് നോക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ലൈവ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. അതിൽ നമ്മൾ എക്സാമിന് ആവശ്യമായിട്ടുള്ള ടോപ്പിക്കുകൾ, ഓക്കെ, എക്സാമിന് ഏതൊക്കെയാണ് ആവശ്യമുള്ളത് അത് പറഞ്ഞു തരുന്നുണ്ട്. ആ ടോപ്പിക്കുകളും അതേപോലെ തന്നെ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും. ആദ്യം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യും, പിന്നെ അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ലാസ്റ്റ് എക്സാമിൻ്റെ തലേദിവസമൊക്കെയുള്ള മാരത്തോണിൽ നമ്മൾ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം? നിങ്ങൾക്ക് ചാപ്റ്റർ നല്ലോണം അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അതേപോലെ നമ്മുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിലധികം സമയം എടുക്കില്ല, വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ എല്ലാ ചാപ്റ്റേഴ്സിലെ എല്ലാ ടോപ്പിക്കുകളും നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ വേണം എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യാനായിട്ട്, അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു ലാസ്റ്റ് ചാൻസ് ആണ്, കറക്റ്റായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഈ സൺഡേ നടക്കുന്ന ഇവൻറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ ഇതുവരെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും പക്കാ നമ്മൾ ക്ലിയർ ആക്കി തരും. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ എൻ്റെ കുട്ടികൾ കാണാം, അടിപൊളിയായിട്ട് പഠിക്കുക. ലാസ്റ്റ് നിമിഷമാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും കൈവിടില്ല. അപ്പോൾ നമ്മളെല്ലാവരും കട്ടയ്ക്ക് കൂടെയുണ്ട്. ഒന്ന് ട്രൈ ചെയ്താൽ നിങ്ങൾക്കും ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, റെഡി ആണല്ലോ? റെഡി ആണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം. എല്ലാവരും സൺഡേ ഈ താഴെ കാണുന്ന സമയത്ത് എല്ലാവരും ഉണ്ടായിരിക്കണം. അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. ഇനി അങ്ങോട്ടുള്ള ഒരൊറ്റ ലൈവ് പോലും മിസ്സാക്കാൻ പാടില്ല. ഓക്കെ, മിസ് ഇത് അത്രയധികം പറയണമെന്നുണ്ടെങ്കിൽ അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് അത്രയധികം യൂസ്ഫുൾ ആകുന്ന ലൈവ് ആയിരിക്കും ഇനി വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ആരും മിസ്സാക്കരുത്, എല്ലാവരും കറക്റ്റ് സമയത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, ഉണ്ടാവൂലേ? റെഡി ആണെന്നുണ്ടെങ്കിൽ പ്രോമിസ് എന്തായാലും ഉണ്ടായിരിക്കും എന്നുള്ളത് വേഗം തന്നെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സൺഡേ കാണാം.